നമസ്കാരം. 2 ദിവസം മുമ്പ് ഞാനും മറുനാടൻ മലയാളി ഷാജൻ സ്കറിയും തമ്മിലുള്ള 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സംവാദം മറുനാടൻ മലയാളി അതിൻ്റെ പോഡ്കാസ്റ്റിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ ഞാൻ 1865 മുതലുള്ള മുനമ്പം ചരിത്രവും എങ്ങനെയാണ് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ പറ്റിക്കപ്പെട്ടത് എന്നും 1 സെന്റ് വസ്തു പോലും സ്വന്തമായി ഇല്ലാതിരുന്ന സിദ്ദിഖ് സേട്ടു എന്ന് പറയുന്ന ഒരു ഫ്രോഡ് എങ്ങനെയാണ് 404.76 ഏക്കർ വസ്തു കൊണ്ട് വഖഫ് ഉണ്ടാക്കിയതെന്നും അതെങ്ങനെയാണ് കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഭൂമി കുംഭകോണം ആകുന്നതെന്നും ഒക്കെ ഞാൻ സവിസ്തരം പറയുകയുണ്ടായി. ഏതെല്ലാം വഴികളിലൂടെയാണ് മുനമ്പൻ ജനതയ്ക്ക് ഒരു ശാശ്വത പരിഹാരം കിട്ടാൻ പോകുന്നത് എന്നുമൊക്കെ ഞാൻ അതിൽ സവിസ്തരം പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് എനിക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും പ്രായമായ ആൾക്കാർ, 55 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ എന്നെ വിളിച്ച് സ്നേഹം, അഭിനന്ദനം, അനുഗ്രഹം, ആശീർവാദം ഇതൊക്കെ അറിയിക്കുകയുണ്ടായി. കൂടാതെ അതിനിടയിലുള്ള കമൻസ് നോക്കുമ്പോഴും ഏറെ ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഞാൻ പാലത്തായി കേസും വളരെ സസൂക്ഷ്മം പഠിച്ചു വരികയാണ്. അപ്പോൾ തന്നെ ഇതൊരു ക്രിമിനൽ കേസ് ആയതുകൊണ്ട് ആ ജഡ്ജ്മെൻറ്റിലെ ഓരോ വാക്കും സസൂക്ഷ്മം നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും അതിനെ ആ ജഡ്ജ്മെൻറ്റിൻ്റെ പല മറ്റു ഭാഗങ്ങളുമായി കോർത്തിണക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന കള്ളങ്ങൾ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു വീഡിയോ പാലത്തായിയെ സംബന്ധിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറഞ്ഞത് 4-5 ദിവസം വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വളരെ തിരക്കിലാണിപ്പോൾ. അപ്പോൾ ഞാൻ കരുതി 1 മാസത്തിന് മുമ്പ് ജനഭൂമി എന്ന യൂട്യൂബ് ചാനലിൽ അതിൻ്റെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റായ അനീഷ് മോഹനചന്ദ്രൻ എൻ്റെ 5 എപ്പിസോഡുകൾ അടങ്ങുന്ന ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. അതിൽ ഞാൻ എൻ്റെ ജീവിത കഥ തന്നെയാണ് പറഞ്ഞത്. എങ്കിൽ തന്നെയും ഒട്ടേറെ കാര്യങ്ങൾ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങൾ അതിലുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ സെക്രട്ടേറിയറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവിടെ എന്തൊക്കെ വൃത്തികേടുകളാണ് നടക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ബ്രേക്ക് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കോന്നി ഗോകുമാർ സാറിൻ്റെ ഒക്കെ പെർമിഷനോട് കൂടി അത് ഞാൻ ഇവിടെയും അവതരിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ കഥ അറിയണമെന്ന് ആഗ്രഹമുള്ള, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഇത് സമർപ്പിക്കുകയാണ്. നിങ്ങളെവരും അത് കാണും എന്ന് ഞാൻ കരുതുന്നു. കൂടാതെ മറുനാടൻ മലയാളിയിലെ പോഡ്കാസ്റ്റും കൂടി കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും മുനമ്പത്തെക്കുറിച്ചിട്ടുള്ള അറിവിൻ്റെ ഒരു അതോറിറ്റിയായി മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. എല്ലാവരെയും എൻ്റെ ജീവിതത്തിലെ ചില ഏടുകളിലേക്ക് സസ്നേഹം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈബർ ഇടങ്ങളിൽ സജീവമായി കേൾക്കുന്ന ഒരു പേരാണ് ശ്രീ സ്റ്റാലിൻ ദേവൻ. ആരാണ് ഈ സ്റ്റാലിൻ ദേവൻ? നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. വെൽക്കം സാർ. നമസ്കാരം. ജനഭൂമിയിലേക്ക് താങ്കൾ ആദ്യമായിട്ട് എത്തിയിരിക്കുകയാണ്. അതെ. സ്റ്റാലിൻ ദേവൻ എന്നുള്ള പേര് ഇന്റർനെറ്റിൽ സർഫ് ചെയ്യുന്ന പല ആൾക്കാർക്കും, എസ്പെഷ്യലി ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പരത്തുന്ന എല്ലാവർക്കും ഓൾമോസ്റ്റ് പരിചിതനാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പക്ഷേ എന്നാലും അറിയാത്ത ആൾക്കാരും ഒരുപാട് പേരുണ്ടാവും, ജനഭൂമിയുടെ പ്രേക്ഷകരും ഉണ്ടാവും. സ്റ്റാലിൻ ദേവൻ, ആ പേരിൽ തന്നെ ഒരു റിബൽ സ്വഭാവമുണ്ട്. താങ്കൾ ആദ്യം നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തും. ഞാൻ എല്ലാവരും എൻ്റെ പേര് കേൾക്കുമ്പോൾ തോന്നും ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന്. അങ്ങനെ ക്രിസ്തങ്കിയൊക്കെ ആക്കാറുണ്ട് തന്നെ. എൻ്റെ അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവുകൊണ്ടാണ് എനിക്ക് ഈ സ്റ്റാലിൻ എന്നുള്ള പേര് കിട്ടിയത്. എൻ്റെ അച്ഛൻ്റെ പേര് വാസുദേവൻ പിള്ളയാവുകൊണ്ട് ഭാവിയിൽ ഞാൻ വന്നിട്ട് അച്ഛൻ്റെ ദേവനെയും കൂടെ അടിച്ചു മാറ്റി അങ്ങനെയാണ് ഇപ്പം ഞാൻ സ്റ്റാലിൻ ദേവനെന്ന് അറിയപ്പെടുന്നത്. സ്വയം പരിഷ്കരിച്ചുണ്ടാക്കിയ ഒരു പേരാണ്. അപ്പോൾ എൻ്റെ ഒരു ജാതി മതമൊന്നും ആൾക്കാർ കൺഫ്യൂഷനാണ്. അത് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു പേരാണത്. അത് എൻ്റെ പേര് അത്ര വൈറലൊന്നുമല്ല. ഇപ്പം നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെയാണ് താരങ്ങൾ. അതുകൊണ്ട് ഞാനും അവിടെ ഇവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നു എന്നേ ഉള്ളൂ. അതിന് താങ്ക്സ് ടു കോൺഗ്രസ് ഗവൺമെൻറ് ആൻഡ് ദ ഡ്രാക്കോണിങ് ഏർലിയർ പ്രീവിയസ് വഖഫ് ആക്ട്. മനസ്സിലായി. ഇപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ഈ വഖഫിലേക്കും താങ്കൾ ഇടപെടുന്ന സാമൂഹ്യ വിഷയങ്ങളിലേക്കൊക്കെ വരാം. അതിനു മുന്നേ താങ്കളുടെ കുറച്ച് ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കുമ്പോൾ പട്ടാളത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ഒരു യാത്ര വിചിത്രമായിട്ട് തോന്നുന്നു. എന്താണ് ആ ഒരു യാത്രയുടെ കഥകളൊന്ന് പറയാമോ? അത് തികച്ചും ഞാൻ ഒരു ഭാഗ്യവാനാണ്. കാരണം ഒരു എലൈറ്റ് ഇന്ത്യൻ എയർഫോഴ്സിൽ എനിക്ക് ചേരാൻ ഞാൻ കഴിഞ്ഞു. പക്ഷേ SLC ഹൈ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു, 3ാമത്തെ കാര്യം എനിക്ക്. അപ്പോൾ നമ്മൾ പ്ലെയിൻ പറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എയർഫോഴ്സിലോട്ട് പോയത്. അവിടെ ചെന്നപ്പോഴാണ് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ കിട്ടിയ എൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടിയ ഇലക്ട്രോണിക് ട്രേഡായിരുന്നു. വളരെ നല്ല ട്രേഡാണ്. പക്ഷേ എനിക്ക് ഒരു താല്പര്യവും ഇല്ലാത്ത ഒരു സംഗതിയായിരുന്നു. അപ്പോൾ 20 വർഷം ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഉണ്ടായിട്ടേയില്ല. ആന്തരികമായൊരു പണിയങ്ങ് എടുത്തു. അല്ല, അത് നമ്മുടെ ജൂനിയേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു പരുവത്തിന് 20 വർഷം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ വിചാരിച്ചു ഇത് 20 വർഷം എൻ്റെ ഇനിഷ്യൽ എൻഗേജ്മെൻറ്റ് കഴിയുമ്പോൾ ഗുഡ് ബൈ പറയണം. കം വാട്ട് മേ എന്ന് പറഞ്ഞിട്ട് വൈഫിന് ജോലി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ചാടി വരികയാണ് ഉണ്ടായത്.
അതിനുശേഷമാണ് ഇവിടെ വന്നിട്ട് എനിക്ക് പണ്ടേ പഠിക്കാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷ എഴുതി അതിൽ 1ാം റാങ്കോട് കൂടി അവിടെ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് 6 മാസത്തിനകത്ത് ഞാൻ ആരാണെന്ന് എനിക്ക് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി. കാരണം ഇത് ദാറ്റ് വാസ് മൈ കപ്പ് ഓഫ് ടീ. ആ സബ്ജക്റ്റേ ഒരു ഫയൽ വരുന്നു, നിയമങ്ങളും കാര്യങ്ങളും അപ്ലൈ ചെയ്യുന്നു, അത് എൻ്റെ എനിക്ക് പറഞ്ഞിട്ടുള്ള ഒരു ജോലിയായിരുന്നു. അതായത് താങ്കൾ പട്ടാളത്തിൽ ഇഷ്ടമില്ലാത്തൊരു ജോലി ചെയ്തു, എയർഫോഴ്സിൽ പ്ലെയിൻ പറപ്പിക്കാൻ പോയിട്ട് അവിടെ നിന്ന് അതെല്ലാം മതിയാക്കി ഇവിടെ വരുന്നു, സെക്രട്ടേറിയറ്റിൽ ജോലിക്കായിട്ട് എത്തുന്നു, അവിടെ 1ാം റാങ്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ. അതിനു മുമ്പ് സെക്യൂരിറ്റി ഗാർഡും കൂടെ ആയിരുന്നു. അതിലേക്ക് നമുക്ക് വരാം. ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകരിൽ പലരും ഇതേ ടെസ്റ്റ് എഴുതിയിട്ടുണ്ടാവും. അവരിൽ പലരെയും തോൽപ്പിച്ചുകൊണ്ട് താങ്കൾ 1ാമതെത്തി. കൊള്ളാമല്ലോ, പട്ടാളത്തിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഒരാൾക്കൊക്കെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലും ഒരു പരീക്ഷയിൽ 1ാം റാങ്കൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എലൈറ്റ് ഇന്ത്യൻ എയർഫോഴ്സ് ഒന്ന് അവിടെ നമുക്ക് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള എല്ലാ സംവിധാനവും ശരി ഈ ആർമിയിലേക്ക് അത്ര നമുക്കത് പോസിബിൾ അല്ല. അപ്പോൾ ഈ 10ാം ക്ലാസ്സിന് ശേഷം എന്നെ ഇതുവരെ ലോകത്ത് ഒരു സാറും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സ്വന്തമായിട്ട് പഠിച്ചെടുത്തതാണ്. അതിനുള്ള എൻ്റെ ഈ ലോഞ്ചിങ് പാഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സാണ്. ഏകലവ്യൻ അത് ആണ്. എങ്കിൽ തന്നെയും ആ എയർഫോഴ്സ് ആയതുകൊണ്ടാണ് എനിക്കിന്ന് അതിന് പറ്റിയത് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുകൊണ്ട് എയർഫോഴ്സാണ് എൻ്റെ ഈ പോറ്റമ്മ എന്ന് വേണമെങ്കിൽ പറയാം. എയർഫോഴ്സിൽ നിന്ന് നാട്ടിലെത്തിയതിനു ശേഷം താങ്കൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ 1ാം റാങ്കോട് കൂടി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജോലിയിൽ കയറുന്നു. അതിന് മുൻപ് താങ്കൾ സെക്യൂരിറ്റി സർവീസ് വന്നു, അതൊന്ന് വ്യക്തമാക്കാവോ? ആദ്യം ഞാൻ വന്ന ഉടനെ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നിനക്ക് ജോലിയുണ്ട്, ഞാൻ എയർഫോഴ്സിൽ ഇരുന്നാൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷേ നമ്മൾ തമ്മിലൊരു ലൈഫ് ഉണ്ടാകത്തില്ല, അതുകൊണ്ട് ഞാൻ ഗൾഫിൽ പോകില്ല. ഞാൻ ആസ് ഓൺ ടുഡേ ഞാൻ ഇതുവരെ ഒരു പാസ്പോർട്ടിന് ആപ്ലിക്കേഷൻ പോലും കൊടുത്തിട്ടില്ല. പിന്നെ ഒരു പ്രൈവറ്റ് ജോലിക്ക് ഞാൻ പോകില്ല. സർക്കാർ ജോലി അത് ഏത് ജോലിയായാലും ഞാൻ പോകുന്നു. അപ്പോൾ 2-3 പ്രാവശ്യം അവളായിരുന്നു ഈ PSCയിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഞാൻ ഒപ്പിടുകയുള്ളൂ. എനിക്ക് കുറേ പശു വളത്തിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ 3 പ്രാവശ്യം SIയുടെ ആപ്ലിക്കേഷൻ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു ഇതെനിക്ക് കിട്ടിയാലും വേണ്ട, കാരണം എന്നെ ഒരാഴ്ചക്കുള്ളിൽ ഒരു പോലീസ് സ്റ്റേഷനിലും ആരും ഇരുത്താൻ പോകുന്നില്ല. അതുകൊണ്ട് ആ ആപ്ലിക്കേഷനെ അപ്ലൈ ചെയ്തതുപോലെ. പക്ഷെ ഭാവിയിൽ അതേ ലിസ്റ്റിൽ SI ആയി മാറിക്കഴിഞ്ഞ ആൾക്കാർ വരെ എൻ്റെ ലിസ്റ്റിൽ അവർക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ ഇതിൽ അഡ്വൈസ് വന്നപ്പോൾ ആ ജോലി കളഞ്ഞിട്ട് ഇവിടെ വന്നു. സേതുവൊക്കെ ഉണ്ട്. ഇപ്പം ഒരു CA ആയിരുന്നേ അല്ലെങ്കിൽ DYSP ആയിരുന്നേ ആദ്യം വന്ന് എന്നെയാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. ശരി, എന്നിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതുന്നതിന് മുൻപ് അവിടെ സെക്യൂരിറ്റി ഞാൻ സെക്രട്ടറിയിലെ ധനകാര്യ വകുപ്പിൽ തന്നെ ഞാൻ സെക്യൂരിറ്റി ഗാർഡായിട്ട് നിന്നിട്ടുണ്ട്. ആദ്യം എനിക്ക് 2nd റാങ്ക് ആയിരുന്നു. PSC ആദ്യമായിട്ടാണ് സെക്രട്ടറിയേറ്റിലെ സെക്യൂരിറ്റി ഗാർഡിനെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞതുപോലെ ഗവൺമെന്റ് ജോലിയല്ലേ, നമ്മൾ ആരെയും മോട്ടിക്കാനൊന്നും പോകുന്നില്ലല്ലോ, നമ്മളാരാണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നാൽ പോരെ. അപ്പോൾ ഏത് ജോലിയും ചെയ്യാം. അതുകൊണ്ട് സെക്യൂരിറ്റി, എൻ്റെ അച്ഛനും സെക്യൂരിറ്റി ഗാർഡായിരുന്നു KSRTCയിൽ, എക്സ് സർവീസ്മാൻ ആയിരുന്നു. അതുകൊണ്ട് അതൊരു താഴ്ന്ന ജോലി. അഭിമാനത്തിന്റെ പ്രശ്നമൊന്നും തോന്നിയില്ല. എന്താ അഭിമാനത്തിന്റെ? എൻ്റെ അയൽവക്കത്തുള്ളൊരു ചേട്ടൻ ശിവരാജ് എന്ന് പറയും, പുള്ളിയും ആ പരീക്ഷ എഴുതി. പുള്ളിക്ക് 27ാം റാങ്ക്, എനിക്ക് 2ാം റാങ്ക്. പുള്ളിയുടെ വൈഫും ടീച്ചറാണ്. പുള്ളിക്കാരും ഭാവിയിൽ HMൊക്കെ എൻ്റെ വൈഫ്. അപ്പോൾ ചോദിച്ചുകൂടാ നീ ഇതിന് പോകണുണ്ടോ? ഞാൻ പറഞ്ഞു എന്നാൽ പോകുന്നുണ്ട്. അപ്പോൾ നിനക്ക് മറ്റേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കിട്ടൂലേ? ഞാൻ പറഞ്ഞു എനിക്ക് 100% കിട്ടും. അങ്ങനെയാണെങ്കിൽ പിന്നെ ആൾക്കാർ ആ കണ്ണിലല്ലേ നിന്നെ നോക്കും. അതായത് സെക്രട്ടേറിയറ്റ് വന്ന് പറവുകാരനായിട്ട് നിന്നിട്ട് പിന്നെ അവിടെ അസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ എങ്ങനെ ആ ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ പുള്ളി ഇപ്പം കാണുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു എന്നാ ഇരിക്കേണ്ടവൻ ഇരുന്നാൽ ചുരക്കേണ്ടവൻ ചുരയ്ക്കും. അത് വെച്ചിട്ട് എനിക്കൊരു അപകർഷതാബോധവും ഇല്ല. എല്ലാവരും മനുഷ്യരാണ്. അങ്ങനെ 2ാം റാങ്കോടുകൂടി സെക്രട്ടേറിയറ്റിലെ സെക്യൂരിറ്റിക്കാരനായിട്ട് ജോലി ചെയ്തു. പിന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അസിസ്റ്റന്റ് ആയിട്ട് ജോലിയിൽ കയറുന്നത്? അന്ന് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ ആദ്യം തുടങ്ങിയത് ഒബ്ജക്റ്റീവ് ടൈപ്പ് മാത്രമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ പോളിസി മാറ്റിയിട്ട് ഡിസ്ക്രീറ്റ് എക്സാമിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും കഴിഞ്ഞു. അതിനുശേഷം അതുവരെ ഇന്റർവ്യൂ ഇല്ലായിരുന്നു. പിന്നെ പറഞ്ഞ് ഇന്റർവ്യൂ വേണം. അപ്പോൾ ഇന്റർവ്യൂ വേണോ വേണ്ടേ എന്നുള്ള ഒരു തട്ടിക്കളിക്കുകയായിരുന്നു ഒരു 6 മാസം. സോ ഐ വാസ് സോ കോൺഫിഡൻറ്റ് എനിക്ക് കിട്ടുമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ സെക്യൂരിറ്റി ഗാർഡിൽ ലീവ് എടുത്തിട്ട് എൻ്റെ വീടിൻ്റെ 2ാമത്തെ നിലയിൽ കിട്ടി. ഐ വാസ് ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാനും എല്ലാം കൂടി ഒരു 1-2 മാസം ഇടയ്ക്കിടയ്ക്ക് സെക്രട്ടറിയിൽ സെക്യൂരിറ്റി ഗാർഡായിട്ട് നിന്നു എന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പോഴും അതൊരു ഭാഗ്യമാണ്. ഞാനിരുന്ന് ആലോചിക്കുമ്പോൾ ഐ വാസ് ആൾസോ സെക്യൂരിറ്റി ഗാർഡ് എന്നുള്ള ഇതും കൂടെ വരാമല്ലോ. ജീവിതത്തിൽ എത്ര ജോലി ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് മിനിമം 3 ജോലി എന്ന് പറയാം. പക്ഷേ കുറച്ച് നാളെ സാങ്കേതികമായിട്ടാണെങ്കിൽ കുറച്ച് നാളെ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ ബാക്കി സമയം മുഴുവൻ വീട്ടിൽ ഇരുന്ന് കുത്തിയിരുന്ന് പഠിച്ചു. അതായത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പഠനവും ഒരു ലഹരിയാണ്. അപ്പോൾ ഞാൻ 20 വർഷം എയർഫോഴ്സിലേക്ക് കഴിഞ്ഞു. കുറച്ച് അവിടെ നിന്ന് കറസ്പോണ്ടൻസ് കോഴ്സ് പഞ്ചാബ് യൂണിവേഴ്സിറ്റി ഡിഗ്രിയൊക്കെ എടുത്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ഈ PSCയിൽ എനിക്കൊരു ജോലി കിട്ടുമെന്ന് ഞാൻ സ്വപ്നം പോലും കേട്ടിരുന്നില്ല. കാരണം ആദ്യം ഞാൻ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്തിരുന്നു. പക്ഷെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് യശ്വന്ത് സിൻഹ ആയിരുന്നു അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ. ഈ BSRBA പിരിച്ചുവിട്ടു. മറ്റത് വർഷാവർഷം
ബാങ്കിങ് റിക്രൂട്ട്മെന്റ് ഉണ്ട്, 10% ഞങ്ങൾക്ക് സംവരണമുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു ഗെറ്റ് സെലക്റ്റഡ്. അപ്പോൾ അത് കഴിഞ്ഞതോടുകൂടി എനിക്ക് മനസ്സിലായി ഇനി ഒരു ജോലി കിട്ടത്തില്ല. ഈ പിന്നെ ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ വലിയ പാടല്ലേ, എവിടെ നിന്ന് തുടങ്ങണമെന്ന് എന്തൊക്കെ പഠിക്കണമെന്ന് നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഇരുന്നിട്ട് എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അശാസ്ത്രീയമായി വലിയൊരു 5-6 പശുവിനെയൊക്കെ വാങ്ങിച്ച് കെട്ടി കൊച്ചിലെ വിട്ട് എല്ലാ ജോലിയും ചെയ്തിട്ടുള്ളതുകൊണ്ട് എന്ത് ജോലിയും നമുക്ക് വഴങ്ങും. പശു വളർത്തൽ, സെൻട്രൽ സ്കൂളിൽ മക്കൾ പഠിക്കുന്നു, അവിടുത്തെ PTA സെക്രട്ടറി, പിന്നെ എക്സ് സർവീസ്മാൻ്റെ അവിടുത്തെ ജോയിന്റ് സെക്രട്ടറി, കരയോഗം, ഞാൻ നായര കരയോഗം വൈസ് പ്രസിഡന്റ്. അപ്പോൾ ആരെങ്കിലും മരിച്ചു കിടക്കുമ്പോഴേക്കും വീട്ടിൽ പശു പ്രസവിക്കുന്നത് ഒക്കെ അനുഭവങ്ങളൊക്കെ നല്ല ഇതായിരുന്നു, വ്യത്യസ്തമായ അനുഭവമായിരുന്നു. അങ്ങനെ ഞാൻ വന്നിട്ട് ഫെഡപ്പായി, എപ്പോഴും ചാണകമൊക്കെ നാറി എനിക്കെങ്ങനെയും രക്ഷപ്പെടുന്നു. അപ്പോൾ വൈഫിനറിയാം ഞാൻ പിന്നെ അത്യാവശ്യം മദ്യപിക്കുമായിരുന്നു, ചീട്ട് കളിക്കാനൊക്കെ പോയായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അപ്പോൾ വൈഫിനെ അറിയാം ഈ പശു ഇല്ലെങ്കിൽ ഇദ്ദേഹം കൈവിട്ട് പോയാലോ എന്ന്. ഞാൻ അവളോട് പറയട്ടെ ഒരുപാട് നഷ്ടമൊക്കെ ഞാൻ PSCക്ക് പഠിക്കാം, നമ്മൾ നീ ഒരുപാട് ആപ്ലിക്കേഷനെ കൊടുത്തേക്കില്ലേ. അപ്പോൾ അവൾ ഞാൻ എല്ലാ പശുവിനെ വിൽക്കാൻ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല ഒരു പശുവെങ്കിലും വേണം. ഞാൻ പറഞ്ഞു ഒരു പശു 9 പശുവും ഒരുപോലെയാണ്. ഞാൻ പഠിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്, കിട്ടിയ വിലയ്ക്ക് പശുക്കളെ വിറ്റൊഴിച്ചു. പിന്നെ എവിടെ കാണിക്കണ്ടേ, ഞാൻ വാക്ക് കൊടുത്തിരിക്കില്ല, പഠിക്കണതായിട്ട് കാണിക്കും. വീട്ടിൽ തൊട്ടപ്പുറത്തെ സ്കൂളും. ഉച്ചയ്ക്ക് എവിടെ ഉണ്ണാനൊക്കെ വരും. അപ്പോൾ എവിടെ ഉണ്ണാൻ വരുമ്പോൾ ഞാൻ ബുക്കുമൊക്കെ ആയിട്ടിരുന്ന് ഭയങ്കര പഠിത്തമായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് പഠിക്കാൻ താല്പര്യമുള്ള ഒരു മനുഷ്യൻ, കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നതുകൊണ്ട് ഇത് ഈ നാടകം കളി കാര്യമായി മാറി. കുറച്ച് കഴിഞ്ഞ് 10-21 ദിവസം അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് പഠിക്കണം. കാരണം നമ്മൾ ഈ മദ്യപിക്കുമ്പോഴത്തേന് കൂടുതൽ ഇൻഫർമേഷൻ ഒരു സുഖം മനസ്സിലായി. അങ്ങനെ വന്നിട്ട് എനിക്ക് ഇതിന് 2 പാർട്ട്, A പാർട്ടും B പാർട്ടും. B പാർട്ട് ഇംഗ്ലീഷാണ്. അതിപ്പോൾ എനിക്ക് ഞാൻ ഓഫീസിലായിരുന്നു. അപ്പോൾ എനിക്കറിയാം എനിക്കത് പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രസി എഴുതാനോ ഒരു എസ് എഴുതാനോ സബ്ജക്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റൻസ് എഴുതാനോ ഒക്കെ എനിക്കറിയാം. അങ്ങനെ A പാർട്ട് വേണ്ടി മാത്രം രാജാവിൻ്റെ അച്ഛൻ എന്നായിരുന്നു മറ്റേ യുദ്ധം മറിച്ച് യുദ്ധം ഇതൊക്കെ പഠിച്ചു. അങ്ങനെയായി ഞാൻ ഒരു പഠിപ്പിച്ചായിട്ട് മാറി. ഞാൻ ഇടയ്ക്ക് കായികമായിട്ടും ജോലി ചെയ്യായിരുന്നു, എന്തെങ്കിലും കിളക്കുകയൊക്കെ ചെയ്യായിരുന്നു. കിളച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് വായിക്കണമെന്ന് തോന്നും. സത്യമാണ് ഞാൻ അത് നമ്മൾ പിന്നെ അതിലേക്ക് തിരിഞ്ഞാലേ പറ്റൂ. ഇടയ്ക്ക് ഒന്ന് ബുക്ക് കൊടുത്ത് വെച്ചിരിക്കും, അതൊരു സുഖമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാത്രി ഞാൻ ഇങ്ങനെ ബുക്കുകൾ നടക്കായിരിക്കും കിടക്കുക, ഒരു പെഗ്ഗഴിച്ച് വെച്ചേക്കും ഒരു കൂട്ടായിട്ട്. അപ്പോൾ രാവിലെ ഒരു 3 മണിക്കൊക്കെ കഴിഞ്ഞ് ഞാൻ ഉറങ്ങുക, വൈഫ് എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിരിക്കും, ഒരു 11 മണിക്ക് കഴിക്കും, ഫ്രഷ് ആവും, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വീണ്ടും പഠനം തുടങ്ങും. അതൊരു വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അങ്ങനെ താങ്കൾ സെക്രട്ടേറിയറ്റ് സർവീസിലെത്തി. ഫിനാൻസിലായിരുന്നോ ലോയിലായിരുന്നോ എവിടെയായിരുന്നു? ഫിനാൻസ്. അവിടെ തന്നെയാണ് സെക്യൂരിറ്റിയുടെ പണി നോക്കുന്നത്. അതെ, അതാണ് എനിക്കിപ്പോഴും ഒരു സന്തോഷം തരുന്നത്. സെക്രട്ടേറിയറ്റിലൊക്കെ അന്വേഷിച്ചപ്പോൾ പറയുന്നത് ഈ സ്റ്റാലിൻ ദേവൻ ഒരു നിഷേധിയായിരുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. ശരിയാണോ? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നു നമ്മുടെ ഭരണഘടന തരുന്ന അവകാശം മനുഷ്യനാണ്. മുടയായിരുന്നോ? മുടയല്ല, ഞാൻ സത്യം പറയും. സത്യം പറയുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ ഒരു സമൂഹത്തിലേക്ക് നമ്മൾ ജീവിക്കുന്നത്. രാഷ്ട്രീയക്കാർ ഭരിക്കാൻ വരും. ഞാൻ ഒരു സംഘടനയിലും മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, ആരും പറയണത് കേട്ടിട്ടുമില്ല. ഞാൻ അവരോട് പറയും, ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ പേനയുടെ കപ്പാസിറ്റി ഇല്ല, എനിക്കെൻ്റെ ജോലി ചെയ്യാൻ അറിയാം, വീട്ടിൽ പോകാൻ അറിയാം. ഈ IAS കാരായിട്ടൊക്കെ ഉടക്കായിരുന്നോ? ഇല്ലില്ല, IAS കാരണം അങ്ങനെ ഇത് വരുന്നില്ലല്ലോ ഡയറക്റ്റായിട്ട്. ഞാൻ ഒന്നാമത് ഞാൻ ഒരു സംഘടനയിലും ഇല്ല. ഞാൻ ഫയലുമായിട്ട് ബന്ധം മാത്രമേ എനിക്ക് IAS കാരും ഒക്കെ ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് കേസിൽ അങ്ങനെ ഈശ്വര റോയിയൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്, എബ്രഹാം സാറിനെ വിളിച്ചിട്ടുണ്ട്, കാര്യങ്ങളുണ്ട്. അല്ലാതെ എനിക്ക് എല്ലാ ഈ യൂണിയൻകാരുമായിട്ടാണ് പ്രശ്നം. അവർക്കാണ് പ്രശ്നം. ഞാൻ ഒരു നിഷേധിയാണെന്ന് തോന്നും. അവസാനം നോക്കൂ, ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചൊരു മനുഷ്യൻ അവിടെ ഞാൻ 6 മാസത്തിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ അഡീഷണൽ സെക്രട്ടറിയുടെ നിയമപരമായ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കും, സ്റ്റാലിൻ അതെന്താണ്, ഇതൊക്കെ ഫാക്റ്റാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വന്നിട്ട് നമുക്ക് വഴങ്ങാത്തതുകൊണ്ട് എന്നെ ഞാൻ എക്സർവീസ്മാൻ ആയതുകൊണ്ട് ട്രിവാൻഡ്രം ജില്ലയ്ക്ക് പുറത്തയക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഭൂതക്കണ്ണാടി വെച്ച് പിടിച്ചപ്പോഴാണ് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒരു ഫിനാൻസ് ഓഫീസർ പോസ്റ്റ് വന്നു അറിയുന്നു. എന്നെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഒതുക്കാൻ വേണ്ടി. നഷ്ടമാർക്ക ആരൊതുങ്ങി? ഞാൻ രാവിലെ എയർഫോഴ്സ് അല്ലേ ഹവസാക്കെ വെച്ച് ബൈക്കിൽ വാച്ചങ്ങ് വിടും. അവിടെ പോകും, എല്ലാ സൗകര്യവും ഉണ്ട്, വലിയ AC റൂം, അങ്ങനെ കത്തണൊക്കെ മാറ്റവും, വലിയ മനോഹരമായ ഗാർഡൻ, എല്ലാവർക്കും വലിയ റെസ്പെക്ട്. ഐ എൻജോയ്ഡ് ദ. മനസ്സിലായി. ഇപ്പോൾ താങ്കൾ കുറച്ച് നേരത്തെ പറഞ്ഞു പശുക്കളോടുള്ളൊരു താല്പര്യം അല്ലെങ്കിൽ ഒരു കമ്പം പശു വളർത്തലിനെ കുറിച്ച് പറഞ്ഞു. താങ്കൾക്ക് വേറെ ചില കമ്പങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നായകളോട് ഒരു വല്ലാത്തൊരു ഒബ്സഷൻ ഉണ്ടായിരുന്നെന്നും അതിൽ എന്തൊക്കെയോ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടു. അതേക്കുറിച്ചൊന്ന് പറയാമോ? എനിക്ക് അത് വലിയൊരു ഓർമ്മയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീടിൻ്റെ അടുത്താണ് സ്കൂൾ. അപ്പം ഞാൻ എൻ്റെ വൈഫൊക്കെ അവളും എൻ്റെ നാട്ടുകാരിയാണ്. ഞങ്ങളൊക്കെ കുട്ടിയിൽ അവിടെ കളിച്ചൊക്കെ നടക്കുമായിരുന്നു. അവിടെ ഒരു പട്ടി പ്രസവിച്ച് കിടന്നു, അന്നൊക്കെ. അന്ന് കുട്ടിയായിരിക്കുന്ന സമയത്ത് ഈ ചെന്ന് ഒളിഞ്ഞ് നോക്കാനും ഈ പട്ടിക്കുട്ടികളെ കാണാനും ആ ഒരു വീട്ടിലും പട്ടി ഉണ്ടായിരുന്നു. എനിക്ക് പട്ടികളോട് വലിയൊരു സ്നേഹമായിരുന്നു.
ഒരിക്കൽ ഞങ്ങൾ അമ്പാലയിൽ ഞങ്ങൾ കോൺവോയ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചായ കുടിക്കാൻ വേണ്ടി ഒരു ദാബയിൽ കയറി നോക്കിയപ്പോൾ അവിടെ ഒരു പട്ടിക്കുട്ടി, വെളുത്ത പട്ടിക്കുട്ടി. ഞാൻ ആ ദാബക്കാരനോട് ചോദിച്ചു, ഞാൻ അവനെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആദ്യം പിന്നെ നാട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്ത് അരേ അക്കും ക്യാ ബാത് കറയോ മദിരാശി ഉദറിലേക്ക് ജായ എന്ന് പുള്ളി അസൻ എനിക്ക് പ്രസൻറ്റ് ചെയ്ത് ഞാൻ കൊണ്ട് എൻ്റെ മുറിയിൽ ഞാൻ ലീവിന് വരുന്നവരെ സംരക്ഷിച്ച് ട്രെയിനിൽ കയറ്റി. ഇവിടെ ആരും ചോദില്ല, വട്ടാളം തോന്നിപ്പോകുന്നില്ല ചിലർക്ക് കാണുമ്പോൾ. അവസാനം അതിനെ കൊണ്ടുവന്ന് വളർത്തി. അതുകൊണ്ട് എനിക്ക് പട്ടികളോട്, എനിക്കും എൻ്റെ അച്ഛനും പട്ടികളോട് വലിയ സ്നേഹം ആയിരുന്നു. ഇവിടെ വന്ന് വിരമിച്ചതിന് ശേഷം പട്ടിക്കച്ചവടം തുടങ്ങി. പട്ടി കച്ചവടമല്ല ഇത്. എനിക്കൊരു ബൈപ്പോളർ ഉണ്ടെന്നാണ് ഡോക്ടർമാരും പറയുന്നത്. ഒരു കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ അത് വളരെ സീരിയസ് ആയിട്ട് അങ്ങ് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുകയില്ല. അപ്പോഴാണ് ഇപ്പോൾ ഒരു പുതിയ ബ്രീഡ് ഇവിടെ ആൾക്കാർ കൊണ്ടുവന്നു, അമേരിക്കൻ ബുള്ളി. അപ്പോൾ ഞാൻ പണ്ടൊരു സെർബിയ എന്നൊരു റോട്ട്വെയിലിൻ്റെ പപ്പി, വേൾഡ് ചാമ്പ്യൻ്റെ പപ്പിയെ കൊണ്ടുവന്നു ഇന്ത്യൻ ചാമ്പ്യനൊക്കെ ആക്കി. എത്ര ലക്ഷം രൂപയായി? അന്ന് എനിക്കൊരു 5-6 ലക്ഷം രൂപയായിരുന്നു ആ പട്ടി കൊണ്ടുവന്നതിന്. പക്ഷേ ഇതിപ്പോൾ വന്നിട്ട് ഞാൻ ഈ ഇവിടെ പറ്റിപ്പും ക്വാളിറ്റി ഇല്ലാത്തത് കൊടുക്കുന്നു എന്ന് കണ്ടപ്പോൾ അതിലൊരു റിവാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ഞാൻ 10-60 ലക്ഷം രൂപ മുടക്കി. അത് വലിയൊരു നഷ്ടമായി. കാരണം 12 ലക്ഷം രൂപ പട്ടി തന്നെ 7 മാസം കഴിഞ്ഞ് മരിച്ചുപോയി, സ്റ്റഡോ. അപ്പോൾ അത് അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വന്നു. ചുരുക്കത്തിൽ പട്ടി കച്ചവടം നടത്തി 60 ലക്ഷം രൂപ പൊളിഞ്ഞു എന്ന് പറയാം.